മുത്തേ എഴുന്നേക്ക്. മോനുകുട്ടോ, മോനുവേ, മോനുകുട്ടാ, വെള്ളം വാങ്ങി വെച്ചിട്ട് വെയിലിട്ടാൽ മതി കേട്ടോ. വീണ്ടും ഇടുന്ന പോലെ തന്നെ. എൻ്റെ ഇത് ഓഫ് ആക്കിയേക്കട്ടെ. വാഷ് ചെയ്യാണോ? വാഷിംഗ് മെഷീൻ ഇല്ലേ? വാഷിംഗ് മെഷീൻ വർക്കിംഗ് ആവുന്നില്ല. ടാങ്ക് മാറ്റി വെച്ചോണ്ടേ വെള്ളം എടുക്കുന്നില്ല. ഇല്ല, ടാങ്ക് അവിടെ ഇരുന്നപ്പോ തന്നെ ഫോഴ്സ് കുറവായിരുന്നു വെള്ളം വരാൻ. അവൻ നീ വരുമല്ലോ, ഇത് എടുക്കാൻ വരും. നീ അവനോട് പറ ഒന്ന് പൊക്കണമെന്ന് പറ. അത് കംപ്ലീറ്റ് വെള്ളം പോയി കഴിയുമ്പോഴേ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഒന്നിച്ച് വെക്കാൻ പറ്റത്തില്ല, വെയിറ്റ് അല്ലേ. വെള്ളം കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ 2-3 കട്ടയോടെ വല്ലതും വെച്ചിട്ട്. വേറൊന്നുമില്ലല്ലോ, ചൂടില്ല. മോനെ പോകുന്നുണ്ടോ? പൗഡർ എടുത്ത് വാരിയിട്ട ഇന്നത്തെ കാര്യമല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തെ കാര്യമാണ്. സ്കൂളിൽ പോകാത്തുള്ളൊരു ഉമ്മ പോയില്ലേ. പള്ളി പോയിട്ട് വരാം. പള്ളി തുടങ്ങി, നമ്മളിപ്പോഴാ പോയി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് ഈ പർവ്വതത്തിന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 2:30 ആയിട്ടോ. കയ്പുനീരൊക്കെ കുടിച്ചു. ഇനിയും കഞ്ഞി കുടിക്കാൻ പോവാണ്. കഞ്ഞിയും വാട്ടുകപ്പ വേവിച്ചത്, കടുമാങ്ങ, ഇതാണ് കേട്ടോ. കഴിക്കട്ടെ. ഈ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റിയോ? അപ്പൊ അതിനായി ഇങ്ങനൊക്കെ. പ്ലാനിങ്ങ. ജട്ടി കണ്ടില്ല, അതുകൊണ്ട് നിക്കർ ഇടുവാന്നൊക്കെ പറഞ്ഞ ഇതിനാ. എന്തോ പള്ളി കഴിഞ്ഞ് അവിടുന്ന് 2-3 പേര് വരുന്നുണ്ട് കണ്ടോ. മാമിയും ജാനിക്കുട്ടിയും കൂടെ കുരിശിന്റെ വഴിക്ക് പോയേക്കുമായിരുന്നു. അമ്മ പോന്ന പള്ളിയിൽ കൊണ്ട് വരുന്നു. ചെല്ലു മോനു.
പള്ളിയിലൊക്കെ പോയി ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു. കഞ്ഞി കുടിച്ചു. കഞ്ഞിയും കപ്പയും വാട്ടുകപ്പ വേവിച്ചതും കടുമാങ്ങയുമാണ് നമ്മുടെ പള്ളിയിൽ ഇത് ശുശ്രൂഷ കഴിയുമ്പോൾ ഉള്ള ഭക്ഷണം. പിന്നെ അവിടുന്ന് ജാനിക്കുട്ടിയുടെ അടുത്തൊന്ന് കയറി. അവിടെ ചെന്നപ്പം കുഞ്ഞോയും കൂക്കും മാത്രമേ ഉള്ളൂ. ജാനിക്കുട്ടിയും മാമിയും കൂടെ അമ്മ പോകുന്ന കത്തോലിക്ക പള്ളിയിലാണ്. അവിടെ ഈ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട്, അതിനെ പോയേക്കുമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്നപ്പോഴാണ് അവർ വന്നേ. അപ്പോൾ പിന്നെ ഞാനും മോനുകുട്ടനും കൂടി ഇങ്ങോട്ട് വന്ന് മുത്തി ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോയി അമ്മമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വിടാൻ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ രാവിലെ കഴുകിയിട്ടിട്ടാണ് പോയത്. വാഷിംഗ് മെഷീനകത്ത് ഇട്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നായിരുന്നു. ഒരു വാട്ടർ ടാങ്കൊക്കെ അവർ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു. ഹൈറ്റ് ഇല്ലാതെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീനകത്താണെങ്കിൽ തുണികളിട്ട ഭയങ്കര സ്ലോയാണ്. അത് കഴുകി എടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അത്രയും ഞാൻ ഇട്ടിട്ടാണ് തുണികൾ കഴുകി എടുക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞപ്പം ഒട്ടും അത്ര പോലും വെള്ളം വരുന്നില്ല വാഷിംഗ് മെഷീനകത്തോട്ട്. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഇട്ടന്ന് ഇന്നലെ തുണികളൊക്കെ വാരി അതിനകത്തോട്ട് ഇട്ടപ്പോഴാണ് അവർ ജോലിക്ക് വന്നത്. പിന്നെ അതെല്ലാം ഓഫ് ചെയ്തിട്ടിരുന്നു. പിന്നെ ഞാൻ വൈകിട്ട് വന്ന് ഓണാക്കിയപ്പോഴാണ് വെള്ളം വരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇന്ന് അതെല്ലാം എടുത്ത് അല്ലാതെ കൊണ്ടുപോയി കഴുകി. ഇനിയും കുറേ കഴുകാനുള്ളതെല്ലാം അല്ലാതെ കഴുകിയിടാനേ പറ്റത്തുള്ളൂ ഇനിയും തുണികൾ. പിന്നെ വാഷിംഗ് മെഷീൻ ഇനിയും വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ലല്ലോ, വാട്ടർ ടാങ്കൊക്കെ മാറ്റി വെക്കാൻ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ തുണികളല്ലാതെ ഇനിയും കഴുകാൻ പറ്റുള്ളൂ. ഉള്ളതുപോലെ ആവുന്ന പോലെയൊക്കെ അങ്ങോട്ട് കഴുകിയിടാം. പിന്നെ മുത്തിൻ്റെ കുറേ തുണികൾ അവനെടുത്തുകൊണ്ട് വെച്ചേക്കുന്നത് കഴുകിക്കോളാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ആ തുണികളൊക്കെ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് എല്ലാം എടുത്ത് കഴുകിയിട്ടിട്ടാണ് പോയത്. അതെല്ലാം ഒന്ന് എടുത്തിട്ടേച്ച് അവിടെ വരെ പോവാണ്. ഒരാവശ്യമുണ്ട്, അങ്ങോട്ട് പോയേച്ചും വരാം. പള്ളിയിൽ നിന്ന് വന്ന ഉടനെ ഒന്ന് കുറച്ച് നേരം കിടക്കണമെന്ന് വിചാരിച്ചതാണ്. അന്നേരം ജാനിക്കുട്ടിയുടെ ഒക്കെ കാരണം പറഞ്ഞ് മോനും അങ്ങ് വഴക്കിട്ടു. പിന്നെ അവിടെ കയറിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നത്. അപ്പോൾ ഇനിയൊന്ന് അവിടെ വരെ പോയേച്ച് വരട്ടെ. അപ്പോൾ ഇന്നത്തെ കിടപ്പ് കഴിഞ്ഞു. ഭയങ്കര ഉഷ്ണം. ഉണങ്ങിയ കുറേ തുണികളെല്ലാം വാരിക്കൊണ്ടിട്ടേക്കുന്നു. ഇനിയും പെറുക്കിക്കൊണ്ടിടുന്നതെല്ലാം ഇന്നിനിയും മടക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് കടക്കട്ടെ കേട്ടോ. എന്നിട്ട് വന്നിട്ട് വേണം തുണികളൊക്കെ മടക്കാൻ. ഇന്ന് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. നമ്മൾ എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, നടക്കത്തില്ല പ്രിയങ്ങളെ. വീഡിയോ എഡിറ്റിങ് അന്നേരമാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് സമയമുള്ളപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അന്നേരം ഇന്നിനി അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പോലും അറിഞ്ഞുകൂടാ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കറിയാം വീഡിയോ ഒക്കെ വളരെ ശോകമാണെന്നുള്ളത്. ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോഴാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം. ഇപ്പോൾ കുറച്ച് ദിവസമായി അങ്ങനെയുള്ള വീഡിയോസൊന്നും എടുക്കുന്നുമില്ല, ഇടുന്നുമില്ല. വലിയൊരു മഴ പെയ്ത് ആ മഴയത്ത് ഞങ്ങളവിടെ ഇരുന്നു. ആ മഴ തോർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. അടുത്ത മഴക്കോളുണ്ട്. കറണ്ട് ഇല്ലയോ? അവിടെ ഇല്ലായിരുന്നു. ഗോകുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്നുള്ള ആശ്രയത്തോട് മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലവരെ പാർപ്പിക്കണമേ.
വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരും വെളിവാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വസിക്കുമാറാകണമേ. വൈകിട്ട് അങ്ങോട്ട് പോയി. അവിടുന്ന് അമ്മയുടെ അടുക്ക കയറി. ഭയങ്കര മഴയായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ അടുക്ക വന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇപ്പോഴാണ് കറണ്ട് വന്നത്. ചോറ് ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചതാ. കഴിക്കാമെന്ന് വിചാരിച്ചു. നാളെ ദുഃഖ ശനിയാഴ്ചയാണ്. മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ്. സെമിത്തേരികളിലൊക്കെ ധൂപപ്രാർത്ഥനയുണ്ട്. അപ്പോൾ പപ്പയുടെ സെമിത്തേരി ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആദ്യമൊക്കെ കൂടി നടന്നിരുന്ന കത്തോലിക്ക പള്ളിയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അമ്മയും കൂക്കും അവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. ഒരു വർഷവും മുടക്കാത്ത ഒരു കാര്യമാണ്. ദൈവം അനുവദിച്ച് ഇന്ന് വരെ ഈ ദുഃഖ ശനിയാഴ്ചയും പപ്പയുടെ ഓർമ്മ ദിവസവും ഞാൻ സെമിത്തേരി പോക്ക് മുടക്കാറില്ല. പല ദിവസങ്ങളിൽ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ തോന്നാറുണ്ടെങ്കിൽ പോകും. പക്ഷെ ഈ 2 ദിവസങ്ങളിൽ നമ്മളങ്ങനെ എനിക്കങ്ങനെ മുടക്കാൻ എനിക്ക് വിഷമമാണ്. എനിക്ക് ആവതുള്ളിടത്തോളം കാലം അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പം നാളെ എല്ലാവരും കൂടെ പോയേച്ചും വരാം. ഇന്ന് വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ പോകണമെന്ന്. അപ്പം അങ്ങോട്ട് ചെന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും മഴയായിരുന്നു. പിന്നെ ആ മഴയൊക്കെ തോരുന്നിടം വരെ അവിടെ ഇരുന്ന് പിന്നെ എല്ലാം നോക്കി കണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറേ പ്രിയങ്ങൾ ഇതിനകത്ത് കമൻ്റൊക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട്, വീടിൻ്റെ കാര്യം സെറ്റായോ, വീട് വാങ്ങിച്ചോ, വീട് വാങ്ങിച്ച കാര്യം എന്താ പറയാഞ്ഞെന്ന് വരെ ഓരോരുത്തരും കമൻ്റ് ഇട്ടു. അപ്പോൾ എന്താ പറയുന്നത്, വീടിൻ്റെ കാര്യത്തിനുള്ള ഓട്ടപ്പാച്ചിലാണ് പ്രിയങ്ങളെ. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വീടിൻ്റെ കാര്യത്തിനുള്ള ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. മോനിക്കുട്ടനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് നാളെ മാറണം, മറ്റന്നാൾ മാറണം എന്നൊക്കെ പറയുന്നത്. നമ്മളിങ്ങനെ സ്വിച്ച് ഇടുന്ന പോലെ വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് കുറേ കാര്യങ്ങൾ റെഡിയാകാനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് കൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഈ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാനും പറ്റുന്നില്ല, ഇടാനും പറ്റുന്നില്ല. എല്ലാവർക്കും അങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം. അതുകൊണ്ട് വ്യൂസൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻകം കുറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനമില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ കഴിവതും ഈ വീഡിയോ ഒക്കെ ഫുള്ള് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുന്നതോടൊപ്പം ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതുകൂടെ ഒക്കെ ചെയ്യണം. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോസിലൂടെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പം അതൊക്കെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പണമാണ് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിവതും അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ കുറച്ച് പൈപ്പിൻ്റെ പണികളൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് വാട്ടർ ടാങ്കൊക്കെ മാറ്റി വെക്കുമായിരുന്നു. അതിൻ്റെ പണികളൊക്കെ ആയിരുന്നു. സാറ് വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ വന്നതാണ്. ഇന്ന് രാവിലെ അതാണ് ഞാൻ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടില്ല, അതാണ് നമ്മുടെ ഹൗസ് ഓണർ. അപ്പം അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കിളത്തണം. അതൊക്കെ ഇനിയും പണിയല്ലയോ, നോക്കാം. അല്ല പിന്നെ ഇനി കുറേ അങ്ങനെ അങ്ങ് കഴുകാം എന്ന് വിചാരിച്ചാണ്. ഞാൻ ഇന്ന് തുണി കഴിയപ്പോഴും മോനുകുട്ടനാണ് വന്ന് സഹായിച്ചത് കേട്ടോ. മുത്തിനോട് ഞാൻ പള്ളി പോകണ്ടേ എന്നുകൊണ്ട് കുളിക്കെന്ന് പറഞ്ഞു. അവൻ കുളിക്കാൻ കയറി 1 മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ 2 പേരുടെ കഴുകിക്കോളാം, നീ പോയി അങ്ങ് കുളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ തുണികളെല്ലാം വാരിയെടുത്ത് വെച്ചേക്കെന്ന് കഴുകിക്കോളാമെന്നും പറഞ്ഞു. ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു. ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കിടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. പക്ഷെ നടക്കത്തില്ല. പോയിട്ട് അതങ്ങ് ഫ്രിഡ്ജ് വെച്ചേരക്കളെ. അതാ ഞാൻ ചോദിച്ചു, ഇത് എടുക്കണോ മറ്റേത് എടുക്കണോ? അതിനകത്ത് എടുത്ത് വേറെ ഇല്ലല്ലോ. ഇന്ന് കുമ്പിടിയിലുണ്ടായിരുന്നു. 2 പേരും കുമ്പിടുന്ന കണ്ടപ്പോഴേ എനിക്കറിയാം ഇന്ന് മസിൽ പിടിക്കുമെന്ന്. അയ്യോ, ഇന്ന് ഞാൻ ചെയ്തില്ല. ഇത് മറ്റേ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോഴ ഇന്ന് ഞാൻ കാലി മുടക്കണ്ടേ. ഇവിടെ ഇങ്ങനെ ലെഗ് ചെയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര വേഗം.
അയ്യോ ചിക്കൻ മേടിക്കണ്ടായിരുന്നോ? നാളെ നാളത്തേക്ക് ചിക്കൻ വേണ്ടായിരുന്നോ? നാളത്തേക്കല്ല, മറ്റന്നാളത്തേക്കാ. ആണോ? നാളെ അല്ല, നാളെ വൈകിട്ട് മേടിച്ച് മറ്റന്നാളല്ല. എന്നാ ഈസ്റ്ററിന് മറ്റേ സാധനം ഉണ്ടാക്കട്ടെ രാത്രി കൊണ്ടു. പക്ഷേ റൊമാലി റോട്ടി ചൂടാക്കിയില്ല. കുഴപ്പമില്ല. റൊമാലി റോട്ടി എന്താ ചെയ്യും? ഇത് വേണോ? കുറച്ച് മതി. മോനെ ഇതുകൊണ്ട് അതെടുത്ത് കഴിയും. മോമോസ് മതി. മോനിന് വേണോ കപ്പ? ചൂടാക്കി വെച്ചേ. ഇത് വേണോ മോനു നിനക്ക്? കപ്പ. മോനിക്കുട്ടൻ ചോറ് വിളമ്പാൻ വന്നു. മോനിക്കുട്ടന് കാലിന് വേദനയുണ്ടോടാ? പള്ളിയിൽ നിന്ന് കുമ്പിട്ടതിന്റെ വേദനയുണ്ടോ? തൊട രണ്ടും വേദന ഇല്ലേ? അത് അങ്ങനെ ചെയ്യണം, ചെയ്യാത്തോണ്ട. ഞാൻ ഇച്ചിരി ചോറും ഇന്നലത്തെ കപ്പത്തോരനും വിളമ്പി സാമ്പാർ ഒഴിക്കട്ടെ. ഇന്നലത്തെ പോലെ ഇച്ചിരി ഇഞ്ചിക്കറിയും കൂടെ എടുത്തു. നല്ല രുചിയുള്ള ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ, കഴിക്കട്ടെ പ്രിയങ്ങളെ. കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. നല്ല മഴയായിരുന്നുണ്ട്, എനിക്ക് നല്ല പോലെ തണുക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ കമ്പിളി പോലത്തെ ഈ ഉടുപ്പൊക്കെ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം, സന്തോഷം, ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാവട്ടെ. നമുക്കിനി അടുത്ത ദിവസം കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.